പ്രതിസന്ധികളെ മനോധൈര്യം കൊണ്ട് നേരിട്ട ഒരു അധ്യാപികയുണ്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ. വനിതാ ദിനത്തിൽ ശ്രീകുമാറും സത്യരാജും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചരിത്രമുറങ്ങുന്ന യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ ഞാൻ ഒരാളെ കാത്തു നിൽക്കുകയാണ്. ആരെന്നറിയണ്ടേ? ദാ കണ്ടോളൂ. ഡോക്ടർ ശാരദാ ദേവി, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ. പഠിച്ച കോളേജിൽ അധ്യാപികയാകാനുള്ള ഭാഗ്യം. ജീവിതയാത്രയിൽ എന്നും കൂട്ട് ഈ ചക്രക്കസേരയായിരുന്നു. ഒപ്പം മാതാപിതാക്കളും സഹോദരനും. വിദ്യാഭ്യാസത്തിന്റെ ശക്തി എത്രത്തോളം എന്ന് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. ഒരു ജോലി നേടുക, അതുവഴി സാമ്പത്തികമായിട്ട് സ്വയം പര്യാപ്തത നേടുക, അത് കിട്ടുമ്പോഴുള്ള ഒരു സുഖം അല്ലെങ്കിൽ ഒരു അനുഭൂതി എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സ്പെഷ്യൽ. തിരുവനന്തപുരത്ത് വഞ്ചിയൂരിലാണ് താമസം. പ്രത്യേകം തയ്യാറാക്കിയ കാറും സഹായിയും കൂടെ ഉണ്ടാകും യാത്രയിലുടനീളം. വീൽ ചെയർ ഫ്രണ്ട്ലി അല്ല നമ്മുടെ പല പൊതുവിടങ്ങളും. അപ്പൊ ആ ഒരു കാരണത്തിന്റെ പേരിൽ എനിക്ക് അക്കാഡമിക്കലി ഗ്രോ ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അത് വേണ്ടെന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട്. എത്തിപ്പിടിക്കാനാകാത്ത ഉയരത്തിലാണ് ടീച്ചർ ഇപ്പോൾ. കുട്ടികൾക്കും സഹപ്രവർത്തകർക്കും ടീച്ചർ ഒരു വഴികാട്ടിയാണ്. നേർവഴി കാട്ടിത്തരുന്ന മികച്ച അധ്യാപിക. ഡിസബിലിറ്റി സ്റ്റഡീസിനെ കുറിച്ചും ഡിസബിലിറ്റി എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളതും, എങ്ങനത്തെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതും, അവരോടുള്ള ആറ്റിറ്റ്യൂഡിനെ കുറിച്ചും അറിയാതെ തന്നെ ഓരോരുത്തർക്കും ഉണ്ടാവുന്ന തെറ്റിദ്ധാരണകൾ മാറ്റാനും ഒക്കെ ശാരദയുടെ പ്രസൻസ് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഐ തിങ്ക് സ്റ്റുഡൻസിന് അതൊരു വലിയ ഇൻസ്പിറേഷൻ ആണ്. ആദ്യമൊക്കെ ക്ലാസ്സിൽ കുട്ടികളുടെ എണ്ണം കുറവാണെങ്കിലും ശാരദ ടീച്ചറിന്റെ ക്ലാസ് റൂം ഇപ്പോൾ ഹൗസ്ഫുൾ ആണ്. ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലും അതൊക്കെ മറികടന്നുകൊണ്ട് മാം ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. അത് നമുക്ക് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഡിസബിലിറ്റി സ്റ്റഡീസിലാണ് എംഫിലും PhDയും ചെയ്തത്. ചീഫ് അഡ്ജുഡിക്കേറ്റർ എന്ന ഡോക്ടർ ആംസ്ട്രോങ് സർ ഇങ്ങനെ ഡോക്ടർ ശാരദാ ദേവി എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത ആ ഒരു മൊമെന്റ് അതൊട്ടും മറക്കാനാവാത്തൊരു മൊമെന്റാണ്. പിന്നിട്ട വഴികൾ ഏറെ ദുർഘടം പിടിച്ചതായിരുന്നുവെങ്കിലും ആത്മവിശ്വാസം ടീച്ചറെ ഈ നിലയിലെത്തിച്ചു. യൂണിവേഴ്സിറ്റി കോളേജിൽ പ്രിൻസിപ്പൽ എന്ന നിലയിൽ ശാരദാദേവി പോലുള്ള ഒരു സേവനം ലഭിച്ചതിൽ വളരെ സന്തോഷമാണ്. അത് കുട്ടികൾക്കും സഹപ്രവർത്തകർക്കും ടീച്ചർ പകരുന്ന ഊർജം വാക്കുകൾക്ക് അതീതമാണ്. സ്ത്രീ ശാക്തീകരണം എങ്ങനെയാകണമെന്നതിനും ടീച്ചർക്ക് കൃത്യമായ ഉത്തരമുണ്ട്. ഒറ്റയ്ക്കാകുന്ന ഘട്ടങ്ങളിൽ പോലും നമുക്കൊരു ശക്തിയായിട്ട് വരിക നമ്മളുടെ വിദ്യാഭ്യാസവും നമ്മളുടെ സാമ്പത്തിക ശക്തിയുമായിരിക്കും, ജോലിയും ആയിരിക്കും. പാർശ്വവൽക്കരിക്കപ്പെടേണ്ടവരല്ല ഇവരെന്ന് കാട്ടിത്തരികയാണ് ഡോക്ടർ ശാരദാദേവിയെ പോലുള്ളവരുടെ ജീവിത വിജയം. പരിമിതികളെ അവസരങ്ങളാക്കി മാറ്റിയ ശാരദ ടീച്ചർ നമുക്ക് ഏവർക്കും ഒരു മാതൃകയാണ്. ഈ വനിതാ ദിനത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ.